നമുക്കിന്നേ ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻസ് കണ്ടാലോ? വീട്ടുമുറ്റത്ത് കാവലിനായിട്ട് സ്നോമാൻ ഇരിപ്പുണ്ടേ. പിന്നെ എല്ലാവരുടെയും ഡോറിന് മുന്നിലുള്ളത് പോലെ ഒരു ക്രിസ്മസ് റീത്ത്. ഇനി ബാക്കിയുള്ള അലങ്കാരപ്പണികളെല്ലാം ലിവിംഗ് റൂമിലാണ്. അപ്പൊ ഇതാണ് ലിവിംഗ് റൂം. എന്റെ കാലങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ, എന്തെങ്കിലും സ്വന്തമായിട്ടൊരു വീടൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഇതുപോലൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണമെന്നേ. ഇവിടെ വന്നപ്പം ആ ആഗ്രഹം ഇരട്ടിയായി. നാട്ടിലായിരുന്നപ്പോ ക്രിസ്മസിന് വീടിന് മുന്നിൽ ഒരു സ്റ്റാർ തൂക്കും. പിന്നെ മുറ്റത്ത് നിൽക്കുന്ന ക്രിസ്മസ് ട്രീയോട് സാദൃശ്യമുള്ള ഒരു മരത്തേല് നിറയെ വർണ്ണക്കടലാസുകളും കുറെ ക്രിസ്മസ് കാർഡുകളും തൂക്കും. പിന്നെ എന്റെ ഓർമ്മയിൽ ഒന്നോ രണ്ടോ തവണ പുൽക്കൂടും ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഇത്രയും കളർഫുൾ ആണെന്ന് മനസ്സിലാവുന്നത്. എത്രയൊക്കെ അടിപൊളിയാന്ന് പറഞ്ഞാലും എനിക്കിപ്പോഴും മിസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ. ഞാനിവിടെ ഒരു വീടിന്റെ മുന്നിലും പുൽക്കൂട് കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല കേട്ടോ. പള്ളികളിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഒരു വീട്ടിലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ ഈ ക്രിസ്മസ് ട്രീയെ എൻ്റെ കൂടെ 3 കൊല്ലമായിട്ടുള്ളതാട്ടോ. ഈ കഴിഞ്ഞ വർഷങ്ങൾ അത്രയും അതൊരു കുടുസ് റൂമിലായിരുന്നു ഇരുന്നിരുന്നത്. ഇപ്പോഴാണ് അതിന് ചേരുന്ന ഒരു സ്ഥലത്ത് എത്തിയത്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ സീസൺ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഓരോരോ കടകളിലും കയറി ഇറങ്ങി പൈസയൊക്കെ ഒത്തിരി തവണ കൂട്ടിയും കുറച്ചും ഗുണിച്ചും ഹരിച്ചും മേടിക്കണോ വേണ്ടിയോ എന്നൊക്കെ ആലോചിച്ച് അവസാനം വാങ്ങിക്കൂട്ടിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാട്ടോ ഇതൊക്കെ. ഇനി എൻ്റെ ആഗ്രഹം, ഈ വർഷം മേടിക്കാൻ പറ്റാതെ പോയ സാധനങ്ങൾ വരും വർഷങ്ങളിൽ പയ്യെ പയ്യെ വാങ്ങി ഓരോരോ ക്രിസ്മസിനും ഇതുപോലെ വീടിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന്. എൻ്റെ ഇതേ വട്ടമുള്ളൊരു മോനും കൂടെ എനിക്കുള്ളത് കൊണ്ട് അതൊക്കെ എന്തായാലും നടക്കുന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും പിള്ളേരെയൊക്കെ ഉറങ്ങിക്കഴിയുമ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഗ്ലാസ്സിൽ ഇച്ചിരി കട്ടൻ ചായയും ഒരു ഗ്ലാസ്സിൽ ഇച്ചിരി പാൽ ചായയും ആയിട്ട് ഈ സോഫയിൽ വന്നിങ്ങനെ ഇരിക്കുവേ. പറഞ്ഞ കഥകൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു. ഭാവിയിൽ ഇവിടുത്തെ കെയർ ഹോമിലേക്ക് പോകണോ അതോ നാട്ടിലേക്ക് പോകണോ എന്നൊക്കെയുള്ള ചർച്ചകളും പിന്നെ ഇച്ചിരി കുശുമ്പും കുന്നായ്മയൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ ക്രിസ്മസ് ലൈറ്റിലിരിക്കുമ്പോൾ നല്ല സുഖം. ഇതാ ഈ സംഭവം ഞാൻ ഉണ്ടാക്കിയതാണേ, ചുമ്മാ പെയിന്റ് ചെയ്തേ ഉള്ളൂ കേട്ടോ. പുൽക്കൂടിന്റെ ഒരു സെറ്റ് ഞാൻ മേടിക്കാൻ നോക്കിയിട്ട് നടന്നില്ല കേട്ടോ. അതിന് പകരം ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയത് ഇങ്ങനൊരു സംഭവമായിരുന്നു. എന്തായാലും അത് വെച്ച് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. ഒരു പുൽക്കൂടൊക്കെ കെട്ടണം എന്നുണ്ടായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല. അപ്പൊ അതും കൂടെ അടുത്ത വർഷത്തെ പ്ലാനിലേക്ക് എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ. ഗസ്റ്റ് വരുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന ഞങ്ങളുടെ ഒഫീഷ്യൽ ഡൈനിങ് ടേബിൾ. അതിനെ വെറുതെ വിട്ടില്ല. ഒരു ജനുവരി പകുതി ആവുന്നതോടുകൂടി ഈ സംഭവങ്ങളൊക്കെ മടക്കി കൂട്ടി ബോക്സുകളിലാക്കി സ്റ്റോറേജ് റൂമിലേക്ക് തട്ടാനുള്ളതാണേ. എന്നിട്ട് അടുത്ത വർഷം വീണ്ടും പൊടി തട്ടി എടുക്കണം. അപ്പൊ എങ്ങനെയാ, നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെ ഹാപ്പി ക്രിസ്മസ്.